ഫിസിക്സ് ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. പ്ലസ് 1 ഫിസിക്സിൻ്റെ യൂണിറ്റ് 5 ലോസ് ഓഫ് മോഷൻ, ന്യൂട്ടൺസ് ലോസ് ഓഫ് മോഷൻ ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഫെമിലിയർ ആയിട്ടുള്ള ടോപ്പിക്കാണ്. ന്യൂട്ടൺസിൻ്റെ ഫസ്റ്റ് ലോ ഓഫ് മോഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ദി ലോ ഓഫ് ഇനേർഷ്യ. സോ ഫസ്റ്റ് വി ഹാവ് ടു നോ വാട്ട് ഈസ് ഇനേർഷ്യ. ദി ഇന്നബിലിറ്റി ഓഫ് എ ബോഡി to change by itself its state of rest or uniform motion along a straight line is called inertia. That means റെസ്റ്റിലായിരിക്കുന്ന ഒരു ബോഡിക്ക് അതിൽ തന്നെ തുടരാനുള്ളൊരു ടെൻഡൻസി, അല്ലെങ്കിൽ യൂണിഫോം മോഷനിലായിരിക്കുന്ന ഒരു ഒബ്ജക്റ്റിന് അതേപോലെ തന്നെ യൂണിഫോം മോഷനിൽ മൂവ് ചെയ്യാനുള്ളൊരു ടെൻഡൻസി, അതാണ് ഇനേർഷ്യ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ വേറൊരു ടേംസിൽ പറയുകയാണെങ്കിൽ റെസ്റ്റിലിരിക്കുന്ന അല്ലെങ്കിൽ യൂണിഫോം മോഷനിലായിരിക്കുന്ന ഒരു ഒബ്ജക്റ്റിനെ സ്വയം അതിൽ നിന്ന് ചേഞ്ച് ചെയ്യാൻ സാധിക്കാത്ത ഒരു സ്റ്റേറ്റാണ് ഇനേർഷ്യ എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് ഒരു ഫോഴ്സ്, ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് അപ്ലൈ ചെയ്താൽ മാത്രമാണ് അതിന് ചേഞ്ച് സംഭവിക്കുകയുള്ളൂ. ഇപ്പോൾ റെസ്റ്റിലിരിക്കുന്ന ഒരു ഒബ്ജക്റ്റിനെ സംബന്ധിച്ച് അതിന് റെസ്റ്റിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാനുള്ള ടെൻഡൻസിയാണുള്ളത്. അതിന് സ്വയമേവ റെസ്റ്റിൽ നിന്ന് മാറാനായിട്ട് സാധിക്കില്ല. മറിച്ച് നമ്മൾ ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ റെസ്റ്റിൽ നിന്ന് മോഷനിലേക്ക് സ്റ്റേറ്റ് അവിടെ ചേഞ്ച് ചെയ്യും. അതേപോലെ തന്നെയാണ് യൂണിഫോം മോഷനിലിരിക്കുന്ന ഒരു ഒബ്ജക്റ്റിനെ സംബന്ധിച്ച് അതിൽ തുടരാനുള്ള ടെൻഡൻസിയാണുള്ളത്. സ്വയമേവ അതിന് ചേഞ്ച് ചെയ്യാൻ സാധിക്കില്ല. നമ്മൾ എക്സ്റ്റേണൽ ഫോഴ്സ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ആ യൂണിഫോം മോഷനെ ചേഞ്ച് സംഭവിക്കും. അപ്പോൾ അതേ സെയിം സ്റ്റേറ്റിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാനുള്ള ടെൻഡൻസിനെയാണ് നമ്മൾ ഇനേർഷ്യ എന്ന് പറയുന്നത്. Inertia of rest. The inability of a body at rest to move by itself without the application of a force. ഫോഴ്സിൻ്റെ അപ്ലിക്കേഷൻ കൂടാതെ ഒരു ബോഡിക്ക്, റെസ്റ്റിലിരിക്കുന്ന ഒരു ബോഡിക്ക് മൂവ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അതാണ് ഇനേർഷ്യ ഓഫ് റെസ്റ്റ് എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾസ് ഒന്ന് നമുക്ക് നോക്കാം. ഒരു ബസ് നിർത്തിയിട്ടിരിക്കുന്ന ഒരു ബസ് പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിൽ നിൽക്കുന്ന പാസഞ്ചേഴ്സ് ബാക്കിലോട്ട് ഒന്ന് ആയും. അതിൻ്റെ കാരണം ഇനേർഷ്യ ഓഫ് റെസ്റ്റ് ആണ്. നിർത്തിയിട്ടിരിക്കുന്ന ബസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിൽ നിൽക്കുന്ന യാത്രികരെ ബാക്കിലോട്ടൊന്ന് വീഴുന്നത് അല്ലെങ്കിൽ ബാക്കിലോട്ടൊരു ആഴ്ചയിൽ വരുന്നതിൻ്റെ കാരണം ഇനേർഷ്യ ഓഫ് റെസ്റ്റ് ആണ്. കാരണം ആ നിൽക്കുന്ന പാസഞ്ചറിനെ സംബന്ധിച്ച് റെസ്റ്റിൽ തന്നെ തുടരാനുള്ള ടെൻഡൻസിയാണുള്ളത്. അതവിടെ ബ്രേക്ക് ചെയ്യാണ്. ബസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതവിടെ ബ്രേക്ക് ചെയ്യാണ്. അതുകൊണ്ടാണ് അങ്ങനെ. Inertia of motion. It is the inability of a moving body to come to rest by itself. അതായത് ഒരു സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ബോഡിയെ സംബന്ധിച്ച് അത് സ്വയമേവ റെസ്റ്റിൽ വരിക എന്നുള്ളത് സാധിക്കാത്തൊരു കാര്യമാണ്. ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് അപ്ലൈ ചെയ്താൽ മാത്രമാണ് അത് റെസ്റ്റിൽ വരുള്ളൂ. അതാണ് ഇനേർഷ്യ ഓഫ് മോഷൻ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഫാസ്റ്റ് മൂവിങ് ബസ് പെട്ടെന്ന് നമ്മൾ സഡൻ ബ്രേക്ക് ഇട്ട് നിർത്തുകയാണെന്നുണ്ടെങ്കിൽ അതിൽ പാസഞ്ചേഴ്സ് മുന്നിലേക്കൊന്നായി. ഓക്കെ, അതായത് ബസ് മൂവ് ചെയ്യുന്നതനുസരിച്ച് ആ പാസഞ്ചേഴ്സ് ഓൾറെഡി മോഷനിലാണ് അല്ലേ. പെട്ടെന്ന് റെസ്റ്റിലേക്ക് വരിക എന്ന് പറയുമ്പോൾ ഒരു ബുദ്ധിമുട്ടാണ് അവിടെ. അപ്പോൾ വെൻ എ ഫാസ്റ്റ് മൂവിങ് ബസ് സഡൻലി സ്റ്റോപ്സ് ദി പാസഞ്ചർ ടെൻസ് ടു ഫാൾ ഫോർവേഡ്. അത് ഇനേർഷ്യ ഓഫ് മോഷന് ഒരു എക്സാമ്പിളാണ്. ഇനി നമുക്ക് നെക്സ്റ്റ് ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ ഓഫ് മോഷനെ നോക്കാം. ദിസ് ഈസ് ഓൾസോ കോൾഡ് law of inertia because Newton's first law of motion defines the inertia. Okay, every body continues in its state of rest or of uniform motion along a straight line unless it is acted upon by some external force to change that state. ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ട് ചെയ്യുമ്പോൾ മാത്രമാണ് റെസ്റ്റിലിരിക്കുന്ന ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്യാനും യൂണിഫോം മോഷനിലിരിക്കുന്ന ഒരു ഒബ്ജക്റ്റ് റെസ്റ്റിലേക്ക് വരാനും സാധ്യതയുള്ളൂ. ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നതുവരെ ആ ഒബ്ജക്റ്റ് അതിൻ്റെ സ്റ്റേറ്റിൽ തന്നെ കണ്ടിന്യൂ ചെയ്യും എന്നുള്ളതാണ് ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ ഓഫ് മോഷൻ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ലോ ഓഫ് മോഷൻ ഡിഫൈൻ ചെയ്യുന്നത് ഇനേർഷ്യനാണ്. അതുകൊണ്ടാണ് നമ്മളതിനെ ലോ ഓഫ് ഇനേർഷ്യ എന്നുള്ള മറ്റൊരു പേരും കൂടെ വിളിക്കുന്നത്. ക്വാണ്ടിറ്റേറ്റീവ്ലി മാസ് ഇസ് എ മെഷർ ഓഫ് ഇനേർഷ്യ. Next one,
ന്യൂട്ടൺസിൻ്റെ സെക്കൻഡ് ലോ ഓഫ് മോഷനിലേക്ക് പോകുന്നതിന് മുന്നേ ഡിഫൈൻ ചെയ്യുന്ന ഒരു ടേമാണ് മൊമെൻറ്റം. ദാറ്റ് മീൻസ് ലീനിയർ മൊമെൻറ്റം. ദി ടോട്ടൽ ക്വാണ്ടിറ്റി ഓഫ് എ മോഷൻ പോസസ്ഡ് ബൈ എ മൂവിങ് ബോഡി. മൊമെൻറ്റം മീൻസ് ഇറ്റ് ഈസ് ദ ടോട്ടൽ ക്വാണ്ടിറ്റി ഓഫ് മോഷൻ പോസസ്ഡ് ബൈ മൂവിങ് ബോഡി. ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിനാൽ ഉണ്ടാകുന്ന ടോട്ടൽ ക്വാണ്ടിറ്റി ഓഫ് മോഷൻ, അതായത് മൊത്തത്തിൽ ആ വസ്തു എത്രത്തോളം ചലിച്ചു എന്നതിൻ്റെ അളവാണ് മൊമെൻറ്റം എന്ന് പറയുന്നത്. ഇവിടെ ഉദ്ദേശിക്കുന്നത് ലീനിയർ മൊമെൻറ്റം ആണ്. പി വെക്റ്റർ ദാറ്റ് ഈസ് ഈക്വൽ ടു എം വി വെക്റ്റർ. ഇവിടെ മൊമെൻറ്റത്തിനെ ഡിനോട്ട് ചെയ്യുന്നത് പി എന്ന് പറഞ്ഞൊരു വെക്റ്റർ യൂസ് ചെയ്തുകൊണ്ടാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു എം വി വെക്റ്റർ. ഓക്കെ, ഇതാണ് ലീനിയർ മൊമെൻറ്റത്തിൻ്റെ ഇക്വേഷൻ. ദെൻ നമുക്ക് വി ഹാവ് Newton's second law of motion. The rate of change of linear momentum of a body is directly proportional to the external force applied on the body and takes place always in the direction of the force applied. So here it defines the rate of change of linear momentum, or it defines the force. Okay, that means നമ്മളൊരു ബോഡിയിലെ അപ്ലൈ ചെയ്യുന്ന എക്സ്റ്റേണൽ ഫോഴ്സ് എന്ന് പറയുന്നത് എന്താണ് എന്നുള്ളതാണ് ഇവിടെ ഡിഫൈൻ ചെയ്യുന്നത്. ദി റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ലീനിയർ മൊമെൻറ്റം എന്ന് പറയുന്നത് നമ്മൾ അപ്ലൈ ചെയ്യുന്ന എക്സ്റ്റേണൽ ഫോഴ്സിനെ ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണലായിരിക്കും. അതിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത്, ആ ലീനിയർ മൊമെൻറ്റത്തിൻ്റെ റേറ്റ് ഓഫ് ചേഞ്ചിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ അപ്ലൈ ചെയ്ത ഫോഴ്സിൻ്റെ ഡയറക്ഷനിലായിരിക്കും. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ലീനിയർ മൊമെൻറ്റം എന്ന് പറയുന്നത് എക്സ്റ്റേണൽ ഫോഴ്സിനെ, അപ്ലൈ ചെയ്ത എക്സ്റ്റേണൽ ഫോഴ്സിനെ ഡയറക്റ്റ്ലി പ്രൊപ്പോർഷനിലും അതിൻ്റെ ഫോഴ്സിൻ്റെ ഡയറക്ഷനിലും ആയിരിക്കും. ഓക്കെ, ഇതിൽ നിന്ന് ഡിഫൈൻ ചെയ്ത് വരുന്നതാണ് ഫോഴ്സിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ചെറിയൊരു ഡെറിവേഷനിലേക്ക് നമുക്കൊന്ന് പോകാം. We know that the linear momentum P vector is equal to mass into velocity vector, mv vector. So rate of change of linear momentum of the body means dp by dt with respect to time. That is proportional to external force applied. External force we can write it as F vector. So our equation will be F vector directly proportional to dp vector divided by dt, d by dt of p vector. Proportionality constant F vector which is equal to k. Proportionality constant is k dp by dt. Here taken as proportionality constant is 1. P vector which is equal to mv vector. Then our equation will be F vector which is equal to d by dt of m into v vector. That is equal to F vector equal to m into dv by dt. dv by dt means that time is acceleration. That time is acceleration. dv by dt means acceleration. So F vector is equal to m into a vector. F equal to ma. So Newton's second law of motion defines the equation of force. F equal to ma vector. ഫോഴ്സിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ എൻ. ഫോഴ്സിൻ്റെ ഡയമെൻഷണൽ ഫോർമുല mL⁻². ഓക്കെ, ദെൻ നെക്സ്റ്റ് ഈസ് മൊമെൻറ്റത്തിനോട് അല്ലെങ്കിൽ സെക്കൻഡ് ലോ ഓഫ് മോഷനോട് കൂടിയിട്ട് അടുത്ത് കിടക്കുന്ന ഒരു ടേമാണ് ഇമ്പൾസ്. An impulse occurs when a force F acts over an interval of time delta t and is given by I which is equal to F into delta t.
ഇമ്പൾസ് എന്ന് പറയുന്നത് ആക്ച്വലി ഒരു ഷോർട്ട് ടൈം ഓഫ് പീരീഡിലെ അപ്ലൈ ചെയ്യുന്ന ലാർജസ്റ്റ് ഫോഴ്സ് ആണ് ഇമ്പൾസ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ചെറിയൊരു സമയത്തിൻ്റെ ഉള്ളിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ലാർജസ്റ്റ് ഫോഴ്സ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചുറ്റിക ഉപയോഗിച്ച് ആണി അടിക്കുന്നു. അപ്പോൾ ആ ചുറ്റിക ഉപയോഗിച്ച് നമ്മളൊരു ചെറിയൊരു ടൈം ഇൻ്റർവെല്ലാണ്, ആ ടൈം ഇൻ്റർവെലാണ് ഇവിടെ ഡെൽറ്റ ടി എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ചെറിയൊരു ടൈം ഇൻ്റർവെൽ ഡെൽറ്റ ടിയിൽ നമ്മൾ എന്ത് ചെയ്യുക, ചുറ്റിക ഉപയോഗിച്ച് നല്ലൊരു ഫോഴ്സ് ആ ആണിയിൽ അപ്ലൈ ചെയ്യുകയാണ്. അപ്പോൾ ആ ചെറിയൊരു ടൈം ഇൻ്റർവെലാണ് ഡെൽറ്റ ടി എന്നുള്ളത് കൊണ്ട് അവിടെ ഉദ്ദേശിച്ചത്. അപ്ലൈ ചെയ്യുന്ന ഫോഴ്സാണ് എഫ്. ഓക്കെ, അതാണ് ഇമ്പൾസ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇമ്പൾസ് ഐ ഈക്വൽ ടു എഫ് ഡോട്ട് ഡെൽറ്റ ടി എന്ന് പറയുന്നത്. ചെറിയൊരു ടൈം ഓഫ് ഇൻ്റർവെല്ലിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ലാർജസ്റ്റ് ഫോഴ്സിനെയാണ്, അതുകൊണ്ടുണ്ടാകുന്ന ഒരു എഫക്റ്റാണ് ഇമ്പൾസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു കുറച്ച് സിറ്റുവേഷൻസ് നമുക്ക് പറയാം. ഇപ്പോൾ ക്രിക്കറ്റ് കളിക്കുന്ന സമയത്ത് സിക്സറൊക്കെ അടിക്കുമ്പോൾ സ്പീഡിൽ വരുന്ന ബോളിനെ നമ്മൾ ക്യാച്ച് ചെയ്യാൻ ഓടുമ്പോൾ എന്ത് ചെയ്യും, കൈ ഒന്ന് ബാക്കിലോട്ട് വലിക്കും. അതെന്തിനു വേണ്ടിയിട്ടാണ്? ആ ഒരു വേദന കുറയാനായിട്ട്, ഇഞ്ചുറി മിനിമം ആകാനായിട്ട്. ബിക്കോസ് ആ ഒരു ലാഗ് വരുമ്പോൾ അവിടെ വേദന കുറയാണ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ ന്യൂട്ടൺസ് തേർഡ് ലോ ഓഫ് മോഷൻ കോമൺ ആയിട്ട് കേട്ടിരിക്കുന്നതാണ്. ടു എവറി ആക്ഷൻ ദെയർ ഈസ് ആൻ ഇക്വലൻ്റ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. നമ്മുടെ ജീവിതത്തിൽ ഒരു ഫിലോസഫി ആയിട്ടും പറയേണ്ടതാണ്. നമ്മുടെ ജീവിതത്തിൽ എന്ത് പ്രവൃത്തി ചെയ്താലും അതിന് ഈക്വലും ഓപ്പോസിറ്റ് ആയിട്ടുള്ളൊരു പ്രവൃത്തി തിരിച്ച് കിട്ടും എന്നുള്ളത്. അപ്പോൾ ഇവിടെ നമുക്കൊന്ന് നോക്കാം. ഫിസിക്സിലെ എ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബോഡി ബി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബോഡിയിൽ ഫോഴ്സ് എക്സെർട്ട് ചെയ്യുന്നുണ്ട്. അതാണ് FAB എന്ന് പറയുന്നത്. ഓക്കെ, അതേപോലെ ബി എന്ന് പറഞ്ഞിട്ടുള്ള ബോഡി എ എന്ന് പറഞ്ഞിട്ടുള്ള ബോഡിയിലെ ഒരു ഫോഴ്സ് എക്സെർട്ട് ചെയ്യുന്നുണ്ട്. അതാണ് FBA എന്ന് പറയുന്നത്. ഈ രണ്ട് ഫോഴ്സും എന്താണ്? ഈക്വലൻ്റ് ഓപ്പോസിറ്റ് ആണ്, ഈക്വൽ എമൗണ്ടിലാണ്. അതായത് എ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബോഡി ബി എന്ന് പറഞ്ഞ ബോഡിയിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സും ബി എന്ന് പറഞ്ഞ ബോഡി എ എന്ന് പറഞ്ഞ ബോഡിയിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സും രണ്ടും ഈക്വൽ ഇൻ മാഗ്നിറ്റ്യൂഡാണ്. പക്ഷെ എന്താണ്? ഓപ്പോസിറ്റ് ഇൻ ഡയറക്ഷനാണ് അവിടെ ഓപ്പോസിറ്റ് ആവുന്നത്. അതേപോലെ തന്നെ ഇപ്പോൾ നോക്കി നോക്ക്, എർത്ത്. ഓക്കെ, എർത്തും മൂണും തമ്മിൽ ഇവിടെ നോക്കിയൊക്കെ കണ്ടോ, മൂൺ പുൾസ് ദി എർത്ത്. മൂൺ എന്ത് ചെയ്യുന്നുണ്ട്? എർത്തിനെ പുൾ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ എന്തുണ്ട്? എർത്ത് മൂണിനെ പുൾ ചെയ്യുന്നുണ്ട്. രണ്ട് ബോഡീസും അവർക്ക് പരസ്പരം ആക്ട് ചെയ്യുന്ന ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്, പക്ഷെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെന്ന് മാത്രം. ഇപ്പം ഇതിൻ്റെ നമുക്ക് ഡെയിലി ലൈഫിൽ കുറച്ച് എക്സാമ്പിൾ. ഇപ്പം നമ്മൾ നടക്കുന്ന സമയത്ത് നമ്മൾ കാലുകൊണ്ട് ഫോഴ്സ് ബാക്ക്വേർഡ് കൊടുക്കുന്നത് എർത്തിൻ്റെ മുകളിലാണ്. ആ എർത്ത് നമുക്ക് ഈക്വലൻ്റ് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു ഫോഴ്സ് നമ്മളിൽ എക്സെർട്ട് ചെയ്യുന്നത് കൊണ്ടാണ് നമുക്ക് നടക്കാൻ സാധിക്കുന്നത്. ഓക്കെ, അതായത് നമ്മൾ നടക്കുമ്പോൾ കാല് ബാക്കിലോട്ട് വലിക്കുന്നുണ്ട് അല്ലേ? അപ്പോൾ ആ ഫോഴ്സ് എവിടെയാണ് കൊടുക്കുന്നത്? എർത്തിൽ. അപ്പോൾ എർത്ത് എന്ത് ചെയ്യും? ഈക്വലൻ്റ് ഓപ്പോസിറ്റ് ആയ ഫോഴ്സ് നമ്മൾ എക്സെർട്ട് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് നടക്കാൻ സാധിക്കുന്നത്. അതേപോലെ തന്നെയാണ് നമ്മൾ നീന്തുമ്പോൾ. അതായത് എ പേഴ്സൺ പുഷസ് വാട്ടർ ബാക്ക്വേർഡാണ് നമ്മൾ വെള്ളത്തിൽ ഫോഴ്സ് കൊടുക്കുന്നത്. ആ വാട്ടർ എന്ത് ചെയ്യുന്നുണ്ട്? ഈക്വലൻ്റ് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഫോഴ്സ് പേഴ്സണിൽ എക്സെർട്ട് ചെയ്യുന്നത് കൊണ്ടാണ് ആ വ്യക്തിക്ക് മുന്നിലോട്ട് ഫോർവേഡ് സ്വിമ്മിങ്ങിന് സാധിക്കുന്നത്. ഓക്കെ, ഇതാണ് ന്യൂട്ടൺസിൻ്റെ തേർഡ് ലോ. സോ താങ്ക് യു. നെക്സ്റ്റ് പാർട്ട് വീഡിയോ നമുക്ക് നെക്സ്റ്റിൽ